നമ്മൾ ഇതുവരെ പഠിച്ചത് EPS എങ്ങനെ ഉണ്ടാക്കണം, OBS എങ്ങനെ ഉണ്ടാക്കണം, EPSും OBSും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യണം, അതിനുശേഷം കലണ്ടർ പഠിച്ചു, പിന്നെ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പഠിച്ചു, പ്രൊജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പ്രൊജക്റ്റിനുള്ളിൽ WBS എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും പഠിച്ചു. ഇനി ഡേറ്റ് കാൽക്കുലേഷൻ പ്രൈമറിയിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ തിയറി പാർട്ടാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയും. ഇത് നമ്മൾ പ്രൈമറിയിൽ എൻ്റർ ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റാണ്. നമ്മൾ എൻ്റർ ചെയ്ത 12 ആക്ടിവിറ്റീസും ഇതിനകത്തുണ്ട്. ആ ആക്ടിവിറ്റീസിന് ഓരോന്നിനും എത്ര ദിവസം എടുക്കുന്നത് അതിന് എതിരായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് അസംഷനാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചാർട്ട് വ്യൂ ആണ്. അതിനകത്ത് ഇതേപോലത്തെ ബോക്സ് കാണും. ആ ബോക്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതും. ആ എഴുതുന്നത് എന്തൊക്കെയാണെന്ന് ഉള്ള ഒരു ഐഡിയ ആണ് ഇപ്പോൾ തരാൻ പോകുന്നത്. ഏത് ബോക്സിൻ്റെ ആയാലും നടുവിൽ നമ്മൾ എഴുതുന്നത് ആക്ടിവിറ്റി നെയിം ആയിരിക്കും, ആക്ടിവിറ്റിയുടെ പേരായിരിക്കും. ആ ബോക്സിൻ്റെ ടോപ്പ് കോർണർ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ഏർലി സ്റ്റാർട്ട് ആണ്. ഏർലി സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ടൈം ആൻഡ് ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട്. ഒരു ആക്ടിവിറ്റിക്ക് ഒരു പ്രൊജക്റ്റിൽ തുടങ്ങാവുന്ന ഏറ്റവും ഏർലിയസ്റ്റ് സ്റ്റാർട്ടുള്ള ടൈം. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ക്രിട്ടിക്കൽ പാത്ത് തിയറി പഠിക്കാൻ നേരം മനസ്സിലാവും. നെക്സ്റ്റ് ഏർലി ഫിനിഷ്. ഏർലി ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ടൈം ആൻഡ് ആക്ടിവിറ്റി ക്യാൻ ഫിനിഷ്. ഇവിടെ ലേറ്റ് സ്റ്റാർട്ട്, ലേറ്റ് ടൈം ആൻഡ് ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട്. ലേറ്റ് ഫിനിഷ്, ലേറ്റ് ടൈം ആൻഡ് ആക്ടിവിറ്റി ക്യാൻ ഫിനിഷ്. ഡ്യൂറേഷൻ, അതായത് ഈ ആക്ടിവിറ്റി എത്ര ഡേയ്സ് എടുക്കും അല്ലെങ്കിൽ എത്ര ഹവർ എടുക്കും എന്നുള്ള ഡ്യൂറേഷനാണിത്. നെക്സ്റ്റ് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ടൈം ആൻഡ് ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഡിലേയിങ് ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൽ ഒരു ആക്ടിവിറ്റിക്ക് പ്രൊജക്റ്റ് ഡിലേ ആകാതെ എത്ര ദിവസം വരെ ഡിലേ ആകാം എന്നുള്ളതാണ് ഫ്ലോട്ട്. സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നെക്സ്റ്റ് പാർട്ട് നമ്മൾ പഠിക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ ചാർട്ട് വരച്ച് പഠിക്കാൻ പോവാണ് എന്താണ് കാൽക്കുലേഷൻ എന്ന്. ഇതാണ് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ട ആ ഒരു ഫോർമാറ്റ്. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മളിത് ആദ്യമേ കണ്ടു. നമ്മുടെ പ്രൊജക്റ്റ്, അതായത് 1 സ്റ്റോറി ഹൗസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത്. ഫസ്റ്റ് സൈറ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു. അതിനുശേഷം 3 ആക്ടിവിറ്റി: ഗാർഡൻ പ്രിപ്പറേഷൻ, പൈലിംഗ്, കോളം വർക്ക്സ്, കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ. ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗാർഡൻ കഴിഞ്ഞിട്ട് ഗാർഡൻ്റെ ഫെർട്ടിലൈസ് സോയിൽ, അത് കഴിഞ്ഞ് പ്ലാന്റിങ്. പൈലിംഗ് കഴിഞ്ഞതിന് ശേഷം റൂഫ് കോൺക്രീറ്റിംഗ്, ബ്ലോക്ക് വർക്ക്സ് ആൻഡ് പ്ലാസ്റ്ററിങ്. കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷം കോമ്പൗണ്ട് വാൾ, ബ്ലോക്ക് വർക്ക്സ്, കോമ്പൗണ്ട്. ഇതൊക്കെ നേരത്തെ പഠിച്ച അതേ ആക്ടിവിറ്റീസ് തന്നെ. സോ ബ്ലോക്ക് വർക്കും കോമ്പൗണ്ട് വാൾ കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രിക് പെയിൻറ്റിങ്, പ്ലംബിംഗ് വർക്ക്സ്. പെയിൻറ്റിങ്ങും ഇലക്ട്രിക് പ്ലംബിംഗ് വർക്ക്സും ദെൻ പ്ലാന്റിങ്ങും കഴിഞ്ഞ ശേഷം വീട് ഹാൻഡ് ഓവർ ചെയ്യും. ഇത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റീസ്. ഇനി ഈ ഭാഗത്ത് വന്നേക്കുന്നത് എന്താണ്? ഡി, അതായത് ഡ്യൂറേഷൻ. ഓരോ ആക്ടിവിറ്റിക്കും എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മുകളിലെല്ലാം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സൈറ്റ് പ്രിപ്പറേഷൻ 3 ദിവസം, ഗാർഡൻ ഏരിയയ്ക്ക് 4 ദിവസം, അങ്ങനെ എല്ലാ ദിവസങ്ങളും. ഓക്കെ, ഇനി ഈ സൈറ്റ് പ്രിപ്പറേഷൻ 3 ദിവസമാണ് എടുക്കുന്നത്. ഓക്കെ, സപ്പോസ് നമ്മുടെ സൈറ്റ് പ്രിപ്പറേഷൻ 1ാമത്തെ ദിവസമാണ് തുടങ്ങുന്നത്. ഇത് ഏതെങ്കിലും ഒരു മാസം എന്ന് വരിക. സപ്പോസ് ഫെബ്രുവരി 1-നാണ് തുടങ്ങുന്നതെങ്കിൽ എന്നായിരിക്കും ഇത് തീരുക? സോ ഈ 1 എന്ന് പറയുന്നത് ഏർലി സ്റ്റാർട്ട് ആയിരിക്കും. ഈ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്ന ഏറ്റവും ഏർലി ആയിട്ടുള്ള ഡേ. ഓക്കെ, ഫെബ്രുവരി 1 ഈ ആക്ടിവിറ്റി തുടങ്ങി. ഈ ആക്ടിവിറ്റി മൊത്തം 3 ദിവസമുണ്ട്. എന്നായിരിക്കും ഇത് തീരുന്നത്? 4 എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ 4 അല്ല. കാര്യം ഇത് തമ്മിൽ പ്ലസ് ചെയ്യുന്നതല്ല ഇവിടെ വരുന്നത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക. 1ാമത്തെ ദിവസം ഈ ആക്ടിവിറ്റി നടക്കുന്നു. 1ാമത്തെ ദിവസം നടന്നു, 2ാമത്തെ ദിവസം നടന്നു, 3ാമത്തെ ദിവസം നടന്നു. സോ 3-ാം തീയതി ആകുമ്പോഴത്തേനും 3 ദിവസമായി. ഫിനിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 1 + 3 - 1 അങ്ങനെ വേണമെങ്കിൽ പറയാം കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്തതിൽ. ബട്ട് ലോജിക്കായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ഫെബ്രുവരി 1 തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റി 3 ദിവസമാണെങ്കിൽ അത് 3-ാം തീയതി വൈകിട്ടായപ്പോഴത്തേന് തീരും. ഓക്കെ, സോ സൈറ്റ് പ്രിപ്പറേഷൻ തീരുന്നത് 3-ാം തീയതി. ഇനി സൈറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഈ 3 ആക്ടിവിറ്റീസ്, ഗാർഡൻ, പൈലിംഗ്, കോളം വർക്ക്സ്, കോമ്പൗണ്ട് വാൾ, ഇത് 3 തുടങ്ങും. അതിനർത്ഥം 3 കഴിഞ്ഞ് 4-ാം തീയതി ഈ 3 ആക്ടിവിറ്റിയും തുടങ്ങുന്നതാണ്. ഈ 3 എണ്ണത്തിൻ്റെയും ഏർലി സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് 4 ആണ്. 4-ാം തീയതി ഇത് 3 തുടങ്ങും. ഓക്കെ, ഇനി ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ എടുക്കാം.
ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ 4-ാം തീയതി തുടങ്ങി. ഓക്കെ, ഇതിൻ്റെ ഡ്യൂറേഷൻ 4 ദിവസമാണ്. സോ ഇത് ഫിനിഷ് ആകുന്നത് 7-ാം തീയതി. അതേപോലെ പൈലിംഗ്, ഇത് 7 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് ഇത് രണ്ടും ആഡ് ചെയ്യുന്ന ആ ഒരു രീതി ആലോചിക്കരുത്, പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക. 4-ാം തീയതി വർക്ക് നടക്കുന്നു, 5-ാം തീയതി വർക്ക് നടക്കുന്നു, 6-ാം തീയതി വർക്ക് നടക്കുന്നു, 7-ാം തീയതി വർക്ക് നടക്കുന്നു. സോ 4 ദിവസം, അങ്ങനെ 7-ാം തീയതി. ഇനി പൈലിംഗ് ആൻഡ് കോളം വർക്ക്സ് എന്ന് തീരും 9-ാം തീയതി. കോമ്പൗണ്ട് വാൾ ആൻഡ് ഫൗണ്ടേഷൻ എന്ന് തീരും 6-ാം തീയതി. ഓക്കെ, കാൽക്കുലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഫെർട്ടിലൈസ് സോയിൽ എന്നാണ് തുടങ്ങുന്നത്? 8. കാരണം ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടല്ല ഫെർട്ടിലൈസ് തുടങ്ങും. ഫെർട്ടിലൈസ് സോയിൽ അതിന് നെക്സ്റ്റ് ദിവസം തുടങ്ങും, 8-ാം തീയതി. അങ്ങനെയാണെങ്കിൽ ഇത് ഫിനിഷ് ആകുന്നത് 8-ാം തീയതി തുടങ്ങി 3 ദിവസം എടുക്കും. സോ 10-ാം തീയതി തീരും. ഇത് 10-ന് തീർന്നു കഴിഞ്ഞാൽ പ്ലാന്റിങ് തുടങ്ങുന്നത് 11-ാം തീയതി. 11 തുടങ്ങി 4 ദിവസം എടുത്തു. സോ ഇത് തീരുന്നത് 14-ാം തീയതി. ഓക്കെ, ഇനി റൂഫ് കോൺക്രീറ്റിംഗ്. ഇവിടെ പൈലിംഗ് കോളം വർക്ക്സ് 9-ാം തീയതി തീർന്നു കഴിഞ്ഞാൽ ഇത് 10-ാം തീയതി തുടങ്ങും. ഇത് 10-ാം തീയതി തുടങ്ങിയാൽ 2 ദിവസം എടുത്തു, തീരുന്നത് 11-ാം തീയതി. ഓക്കെ, ബ്ലോക്ക് വർക്ക് ആൻഡ് പ്ലാസ്റ്ററിങ് 11-ാം തീയതി റൂഫ് കോൺക്രീറ്റിംഗ് തീർന്നാൽ നെക്സ്റ്റ് ദിവസം ബ്ലോക്ക് വർക്ക് തുടങ്ങും. സോ 12-ാം തീയതി. 7 ദിവസം, 12-ാം തീയതി തുടങ്ങി 7 ദിവസം എടുത്തു. സോ 18-ാം തീയതി ബ്ലോക്ക് വർക്ക് തീരും. ഇനി കോമ്പൗണ്ട് വാൾ ബ്ലോക്ക് വർക്ക് എന്നായിരിക്കും തുടങ്ങുക? കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ തീരുന്നത് 6-ാം തീയതി. സോ ഇത് തുടങ്ങുന്നത് നെക്സ്റ്റ് ദിവസം, അതായത് 7-ാം തീയതി. 4 ദിവസം എടുക്കും. കോമ്പൗണ്ട് വാൾ ബ്ലോക്ക് വർക്ക് തീരുന്നത് 10-ാം തീയതി. ഇത് 10-ന് തീർന്നാൽ നെക്സ്റ്റ് ദിവസം, നെക്സ്റ്റ് ആക്ടിവിറ്റി ഇതാണ്. സോ നെക്സ്റ്റ് ദിവസം ഇത് തുടങ്ങും, അതായത് 11-ാം തീയതി. 11-ന് തുടങ്ങിയാൽ 2 ദിവസം എടുത്താൽ 12-ാം തീയതി ഇത് തീരും. ഓക്കെ, ഇനി ബ്ലോക്ക് വർക്ക് പ്ലാസ്റ്ററിങ്ങും കോമ്പൗണ്ട് വാൾ പ്ലാസ്റ്ററിങ്ങും ഇത് രണ്ടും കഴിഞ്ഞ ശേഷമേ ഇത് തുടങ്ങും. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്സ് തുടങ്ങും. സോ ഇത് എന്നായിരിക്കും തുടങ്ങുക? ബ്ലോക്ക് വർക്ക് തീരുന്നത് 18-ാം തീയതി, കോമ്പൗണ്ട് വാൾ തീരുന്നത് 12-ാം തീയതി. അപ്പോൾ ഈ 2 ആക്ടിവിറ്റിയും തീരുന്നത് 2 ഡേറ്റിനാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ ഇത് തുടങ്ങൂ. സോ ഇവിടെ ഏത് ഡേറ്റ് ആയിരിക്കും വരിക? 13-ാം തീയതി തുടങ്ങുമോ ഇത്? കാര്യം 12 കഴിഞ്ഞാൽ 13 അല്ലേ? 13-ാം തീയതി തുടങ്ങാൻ പറ്റുമോ? ഇത് തുടങ്ങണമെങ്കിൽ ഇത് രണ്ടും തീരണം. ഓക്കെ, സോ 13-ന് തുടങ്ങിയാൽ ഇത് തീരുമോ? ഇത് 18 ആയല്ല ഈ ആക്ടിവിറ്റി തീരും. ഈ ആക്ടിവിറ്റിയുടെ തീർന്നാൽ മാത്രമേ ഇത് തുടങ്ങൂ. ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ, ഈ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് തീർന്നിട്ട് അടുത്ത വരുന്ന കണ്ടീഷനിൽ ഈ 2 ആക്ടിവിറ്റീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തീരുന്ന ആക്ടിവിറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇത് തുടങ്ങൂ. ഓക്കെ, അതായത് 18-ാം തീയതി വരെ ഇത് ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഇത് തുടങ്ങില്ല, ഇതുകൂടെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. സോ 18-ാം തീയതി കഴിഞ്ഞ് 19-ന് മാത്രമേ ഇത് തുടങ്ങൂ. അല്ലേ? പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് പിടികിട്ടും എന്തുകൊണ്ടാണ് 19-ന് തുടങ്ങുന്നതെന്ന്. ഇത് രണ്ടും തീർന്നാൽ മാത്രമേ ഇത് തുടങ്ങൂ. ഇത് തീർന്ന ഉടനെ ഇത് തുടങ്ങില്ല, കാര്യം ഇത് തീർന്നിട്ടില്ല. ഇതുകൂടെ തീരാനായിട്ട് ഈ ആക്ടിവിറ്റി വെയിറ്റ് ചെയ്യും. സോ 18 കഴിഞ്ഞ് 19-ാം തീയതി ആയിരിക്കും ഇത് തുടങ്ങുക. സോ 19-ാം തീയതിയാണ് തുടങ്ങുന്നത്. 19-ാം തീയതി തുടങ്ങി ഈ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 5 ദിവസം. ഇത് തീരുന്നത് 23-ാം ദിവസം. ഇനി നെക്സ്റ്റ് അടുത്ത ആക്ടിവിറ്റി ഹാൻഡ് ഓവർ. പെയിൻറ്റിങ്, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്സും പ്ലാന്റിങ്ങും ഈ 2 ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, പെയിൻറ്റിങ് തീരുന്നത് 23-ാം തീയതി, പ്ലാന്റിങ് തീരുന്നത് 14-ാം തീയതി. സോ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത അതേ ലോജിക്ക്. ഇവിടെ ഏറ്റവും ആദ്യം തീരുന്നത് 14-ആണ്. ബട്ട് ഇത് തീർന്ന ഉടനെ ഹാൻഡ് ഓവർ ചെയ്യില്ല, കാര്യം ഇത് തീർന്നിട്ടില്ല പെയിൻറ്റിങ്. സോ ഈ ഒരു ആക്ടിവിറ്റിയുടെ തീരുന്നിടം വരെ ഹാൻഡ് ഓവർ വെയിറ്റ് ചെയ്യും. 23 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹാൻഡ് ഓവർ ആവൂ. ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഡേറ്റ് 24-ാം തീയതി. ഇതിന് ഒരു ദിവസമേ ഉള്ളൂ, അന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യും. ഈ ഒരു പ്രോസസ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്തൊക്കെയാണ്? ESഉം EFുമാണ്. ES എന്ന് പറഞ്ഞാൽ എയർലി സ്റ്റാർട്ട്, EF എന്ന് പറഞ്ഞാൽ എയർലി ഫിനിഷ്. ഓരോ ആക്ടിവിറ്റീസിൻ്റെയും എത്രമാത്രം എളുപ്പം തുടങ്ങാം, എത്രമാത്രം എളുപ്പം തീരാം. എയർലി സ്റ്റാർട്ടും എയർലി ഫിനിഷും ഇതാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്തത്. പിന്നെ നടുക്കിടക്കുന്നത് ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ. ഈ ഒരു മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് പാസ്. എയർലി സ്റ്റാർട്ടും എയർലി ഫിനിഷും കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ആ ഒരു മെത്തേഡിന് പറയുന്ന പേര് ഫോർവേഡ് പാസ്. ഇനി എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? അടിയിലത്തെ 3 എണ്ണം അല്ലേ? ലേറ്റ് സ്റ്റാർട്ട്, ഫ്ലോട്ട്, ലേറ്റ് ഫിനിഷ്. നമ്മളിനി അടിയിലത്തെ ഡേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്
ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫോർവേഡ് പാസ്, അതായത് മുന്നോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോയി. ഇനി നമ്മൾ പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യും. താഴെയുള്ള ലേറ്റ് സ്റ്റാർട്ടും ലേറ്റ് ഫിനിഷും കിട്ടുന്നതിന് നമ്മൾ അവസാനം തൊട്ട് തുടങ്ങി ബിഗിനിങ്ങിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് ഹാൻഡ് ഓവർ എന്ന ആക്ടിവിറ്റി എന്നാണ് തീരുന്നത്? 24-ാം തീയതി. സോ ഇതിൻ്റെ ലേറ്റ് ഫിനിഷും 24 ഇനി നമ്മൾ മേളിലുള്ള ഈ ഇയർലി ഡേറ്റ്സ് ഇല്ലേ, ESഉം EFഉം ഇതങ്ങ് മറന്നു വെക്കുക. അങ്ങനൊരു സംഭവം മേളിൽ ഇല്ലാന്നങ്ങ് വിചാരിക്കുക. ജസ്റ്റ് ഇനി നമ്മൾ ഈ 24 തുടങ്ങും, ഇതിൻ്റെ ഡ്യൂറേഷൻ മാത്രം എടുക്കും. എന്നിട്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പുറകോട്ട് വരും. ഓക്കെ, എയർലി സ്റ്റാർട്ടും എയർലി ഫിനിഷും അവിടെ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. അതുമായിട്ട് ഇനി കമ്പയർ ചെയ്യേണ്ട. ഇത് ഇനി വേറെ കാൽക്കുലേഷനാണ്. ഈ ആക്ടിവിറ്റി തീരുന്നത് 24-ാം തീയതി. ഓക്കെ, ഈ ആക്ടിവിറ്റി 24-ാം തീയതി തീരണമെങ്കിൽ ഇതൊന്ന് തുടങ്ങണം. ഈ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 1-ാം തീയതി. സോ ഇത് 24-ന് തന്നെ തുടങ്ങണം, എന്നാലേ 24-ന് തീരും. മനസ്സിലായല്ലോ? ഇനി ഈ ആക്ടിവിറ്റി 24-ന് തുടങ്ങണമെങ്കിൽ ഈ ആക്ടിവിറ്റിക്ക് തൊട്ട് മുമ്പ് കിടക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? പ്ലാന്റിങ്ങും പെയിൻറ്റിങ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്സുമാണ്. ഈ 2 ആക്ടിവിറ്റീസ് എന്ന് തീർന്നാലേ ഈ ആക്ടിവിറ്റിക്ക് 24-ാം തീയതി തുടങ്ങാൻ പറ്റൂ. 23 അല്ലേ? ഈ ആക്ടിവിറ്റി 23-നും ഈ ആക്ടിവിറ്റി 23-നും തീർന്നാലല്ലേ ഈ ആക്ടിവിറ്റി 24-ന് തുടങ്ങാൻ പറ്റുമോ? സോ ഇവിടും 23, ഇവിടും 23. ഇത് 23-ന് തീരണം. ഇത് 23-ന് തീരണമെങ്കിൽ ഈ ആക്ടിവിറ്റി എന്ന് തുടങ്ങണം? ഇതിൻ്റെ ഡ്യൂറേഷൻ 5 ദിവസം. 23-ാം തീയതി തീരണമെങ്കിൽ ഇത് 19-ാം തീയതി തുടങ്ങണം. ഓക്കെ, ഹാൻഡ് ഓവർ 24-ാം തീയതി തുടങ്ങണമെങ്കിൽ ഇത് 23-ാം തീയതി തീരണം. ഇത് 23-ൽ തീരണമെങ്കിൽ എന്ന് തുടങ്ങണം? 20-ാം തീയതി, കാരണം ഡ്യൂറേഷൻ 4 ദിവസം. ഓക്കെ, നെക്സ്റ്റ് പ്ലാന്റിങ് 20-ാം തീയതി തുടങ്ങണമെങ്കിൽ ഫെർട്ടിലൈസ് സോയിൽ എന്ന് തീരണം? 19-ാം തീയതി അല്ലേ? ഫെർട്ടിലൈസ് സോയിൽ 19-ാം തീയതി തീരണമെങ്കിൽ എന്ന് തുടങ്ങണം? 17, കാരണം ഇതിൻ്റെ ഡ്യൂറേഷൻ 3 ദിവസമാണ്. അത് കാരണം 19 3 ദിവസം എടുത്തു. സോ 17-ാം തീയതി. ഫെർട്ടിലൈസ് സോയിൽ 17-ൽ തുടങ്ങണമെങ്കിൽ ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ എന്ന് തീരണം? 16-ാം തീയതി. ഇത് 16-ാം തീയതി തീരണമെങ്കിൽ തുടങ്ങേണ്ടത് 13, കാരണം ഡ്യൂറേഷൻ 4 ദിവസം. നെക്സ്റ്റ് ബ്ലോക്ക് വർക്ക് ആൻഡ് പ്ലാസ്റ്ററിങ്. ബ്ലോക്ക് വർക്ക് ആൻഡ് പ്ലാസ്റ്ററിങ് എന്ന് തീർന്നാലാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്സ് 19-ന് തുടങ്ങുക? 18 അല്ലേ? ഇത് 19-ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് 18-ന് തീരണം, കാരണം ഇത് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇനി 18-ന് തീരണമെങ്കിൽ ഈ ആക്ടിവിറ്റി തുടങ്ങേണ്ടത് 12, കാരണം ഡ്യൂറേഷൻ 7 ദിവസം. ഇനി നെക്സ്റ്റ് റൂഫ് കോൺക്രീറ്റിംഗ് എന്ന് തീരണം? ഇത് 12-ാം തീയതി തുടങ്ങണമെങ്കിൽ 11. ഇത് 11-ന് തീരണമെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങേണ്ടത് 10-ാം തീയതി, കാരണം ഡ്യൂറേഷൻ 2 ദിവസം. നെക്സ്റ്റ് പൈലിംഗ് ആൻഡ് കോളം വർക്ക്സ് 9-ാം തീയതി തീർന്നാൽ മാത്രമേ റൂഫ് കോൺക്രീറ്റിംഗ് 10-ാം തീയതി തുടങ്ങാൻ പറ്റൂ. സോ 9, എൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് 4, കാരണം ഡ്യൂറേഷൻ 6 ദിവസം. ഓക്കെ, ഇനി ഇവിടെ കോമ്പൗണ്ട് വാൾ പ്ലാസ്റ്ററിങ്. കോമ്പൗണ്ട് വാൾ പ്ലാസ്റ്ററിങ് എന്ന് തീർന്നാൽ മാത്രമേ പെയിൻറ്റിങ് 19-ന് തുടങ്ങൂ? 18. ഓക്കെ, ഇത് 18-ന് തീർന്നാലല്ല, ഇത് 19-ന് തുടങ്ങും. 18-ന് ഇത് തീരണമെങ്കിൽ ഇതെന്ന് തുടങ്ങണം? 17, കാരണം ഡ്യൂറേഷൻ 2 ദിവസം. ഇനി കോമ്പൗണ്ട് വാൾ ബ്ലോക്ക് വർക്ക്സ് 16-ന് തീർന്നാലേ ഇത് 17-ന് തുടങ്ങും. സോ ഇത് 16, ഇതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് 13, കാരണം ഡ്യൂറേഷൻ 4. അടുത്ത് കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ തീരേണ്ടത് 12-ാം തീയതി, എന്നാൽ മാത്രമേ അടുത്ത ആക്ടിവിറ്റി 13-ന് തുടങ്ങും. ഇതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് 10, കാരണം ഇതിൻ്റെ ഡ്യൂറേഷൻ 3 ദിവസം. ഓക്കെ, ഇനി സൈറ്റ് പ്രിപ്പറേഷൻ. സൈറ്റ് പ്രിപ്പറേഷൻ എന്ന് തീർന്നാൽ മാത്രമേ ഈ ഓരോ ആക്ടിവിറ്റീസും അതാത് ഡേറ്റിൽ തുടങ്ങും. നിങ്ങൾ മേലത്തെ ഡേറ്റ് നോക്കണ്ട, താഴത്തെ ഡേറ്റ് മാത്രം നോക്കുക. ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ 13-ന് തുടങ്ങണം. പൈലിംഗ് ആൻഡ് കോളം വർക്ക്സ് 4-ാം തീയതി തുടങ്ങണം. കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ 10-ന് തുടങ്ങണം. സോ ഇത് 10-ന് തുടങ്ങണം, ഇത് 4-ന് തുടങ്ങണം, ഇത് 13-ന് തുടങ്ങണം. ഈ 3 ആക്ടിവിറ്റിയും നമ്മൾ ഈ പറഞ്ഞ ഡേറ്റിന് തുടങ്ങണം. അങ്ങനെ തുടങ്ങണമെങ്കിൽ സൈറ്റ് പ്രിപ്പറേഷൻ എന്ന് തീരണം? ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ 13-നാണ് തുടങ്ങേണ്ടത്. സോ നമ്മളിവിടെ 12 ഇടുക എന്ന് വിചാരിക്കുക. ഇത് 12 ഇട്ട് കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ 13-ന് തുടങ്ങും. ബട്ട് ഇത് 12 ഇട്ട് കഴിഞ്ഞാൽ പൈലിംഗ് വർക്ക്സ് 4-ന് തുടങ്ങുമോ? തുടങ്ങില്ല. അതേപോലെ ഇവിടെ 12 ഇട്ട് കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ 10-ാം തീയതി തുടങ്ങാൻ പറ്റുമോ? ഇല്ല.
ഇനി 10 ഇവിടെ, നമ്മൾ 9 ഇടുക. 9 ഇട്ട് കഴിഞ്ഞാൽ ഇത് 9-ാം തീയതി തീർന്നാൽ ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ 13-ന് തുടങ്ങാൻ പറ്റില്ലേ? പറ്റും. കാര്യം 9-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ടൈമുണ്ട്, 13-ാം തീയതി തുടങ്ങാം. 9-ാം തീയതി കഴിഞ്ഞാൽ പൈലിംഗ് വർക്ക്സ് 4-ാം തീയതി തുടങ്ങാൻ പറ്റുമോ? ഇല്ല. സോ ഈ ആക്ടിവിറ്റി കറക്റ്റായിട്ട് തുടങ്ങാൻ പറ്റില്ല. ഈ ആക്ടിവിറ്റി തുടങ്ങാം, കാരണം 9 കഴിഞ്ഞാൽ പിന്നെ 10-ൽ തുടങ്ങാം. അപ്പോൾ 9 ഇട്ട് കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയയും തുടങ്ങാൻ പറ്റും, കോമ്പൗണ്ട് വാളും തുടങ്ങാൻ പറ്റും, ബട്ട് പൈലിംഗ് പറ്റില്ല. ഇവിടെ 3-ാം തീയതി സൈറ്റ് പ്രിപ്പറേഷൻ തീർന്നാൽ നമുക്ക് 4-ാം തീയതി പൈലിംഗ് തുടങ്ങാം. അതിനുശേഷം പിന്നെ 13-ാം തീയതി ഇത് തുടങ്ങാം. കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ 10-ാം തീയതി തുടങ്ങാം. എപ്പോഴും ബാക്ക്വേർഡ് കാൽക്കുലേഷനിൽ നമ്മൾ ഇതിലെ ഏറ്റവും ചെറിയ ഡേറ്റ് ഏതാണോ അതിൻ്റെയാണ് ഇവിടെ ഇടുക. നമ്മൾ ഫോർവേഡ് കാൽക്കുലേഷനിൽ ഇവിടെ ഏറ്റവും വലുതാണ് എടുത്തത് അല്ലേ? ഇവിടെ നമ്മൾ 18-ഉം 12-ഒന്നും എടുത്തിട്ട് ഇവിടെ 19 ആക്കിയത്, ഇവിടുത്തെ 18 വലിയ ഡേറ്റ എടുത്തത്. ബട്ട് ബാക്ക്വേർഡ് കാൽക്കുലേഷനിൽ ചെറിയ ഡേറ്റ എടുക്കുക. 13, 4, 10 അതിൽ 4 എടുത്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണത്. സോ സൈറ്റ് പ്രിപ്പറേഷൻ തീരേണ്ടത് 3-ാം തീയതി. ഓക്കെ, 3-ാം തീയതി തീരണമെങ്കിൽ എന്ന് തുടങ്ങണം? 1-ാം തീയതി. കാരണം ഡ്യൂറേഷൻ 3 ദിവസമാണ്. ഇപ്പോൾ ഈ ചെയ്ത പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് ബാക്ക്വേർഡ് പാസ്. സോ ഫോർവേഡ് പാസ്, ബാക്ക്വേർഡ് പാസ്. ഫോർവേഡ് പാസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എയർലി സ്റ്റാർട്ടും എയർലി ഫിനിഷും. ബാക്ക്വേർഡ് പാസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ലേറ്റ് സ്റ്റാർട്ടും ലേറ്റ് ഫിനിഷും. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഞാനിപ്പോൾ പറയാം. അതിന് മുന്നേ ഇനി നമുക്ക് ഏതൊരു ഭാഗം കൂടെ ഫില്ല് ചെയ്യാനുള്ളത്? ഈ ഒരു പാർട്ടൂടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ? അതായത് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർലി സ്റ്റാർട്ടും ലേറ്റ് സ്റ്റാർട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നുകിൽ ഈ സ്റ്റാർട്ടുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിനിഷുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. ഇതിൽ രണ്ടിൽ ഏത് ചെയ്താലും നമുക്ക് കിട്ടുന്ന സെയിം ഉത്തരവായിരിക്കും. ഒന്നുകിൽ സ്റ്റാർട്ടുകൾ തമ്മിൽ, 2 സ്റ്റാർട്ട് ഉണ്ടല്ലോ ഇവിടെ, എയർലി സ്റ്റാർട്ട് ലേറ്റ് സ്റ്റാർട്ട്, ഇത് തമ്മിൽ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ എയർലി ഫിനിഷും ലേറ്റ് ഫിനിഷും ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. സോ നമുക്ക് ഓരോന്നിൻ്റെ ഫ്ലോട്ട് പോകാം. സൈറ്റ് പ്രിപ്പറേഷൻ്റെ ഫ്ലോട്ട് 0, കാരണം ഇവിടെ 1 - 1 0, 3 - 3 ആയാലും 0. ഓക്കെ, ആ സെയിം രീതിയിൽ ഇവിടെ ഗാർഡൻ ഏരിയ പ്രിപ്പറേഷൻ്റെ ഫ്ലോട്ട് 9, കാരണം 13 - 4 9. ആ സെയിം തന്നെ കിട്ടും. 16 - 7. സോ ഏതെങ്കിലും ഒന്ന് മൈനസ് ചെയ്യുക. അടുത്തത് പൈലിങ്ങിന് 0, കാരണം 4 - 4 0, അല്ലെങ്കിൽ 9 - 9 0. കോമ്പൗണ്ട് വാളിന് 10 - 4 6, അല്ലെങ്കിൽ 12 - 6 6. അങ്ങനെ എല്ലാ ഫ്ലോട്ടും കാൽക്കുലേറ്റ് ചെയ്തേക്കാണ്. നിങ്ങൾ ഓരോന്നും എടുത്താൽ മനസ്സിലാവും. ഇവിടെ 9 എങ്ങനെ കിട്ടി? 17 - 8, അല്ലെങ്കിൽ 19 - 10. ഇവിടെ എങ്ങനെ 9 കിട്ടി? 20 - 11. സോ ഇങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ആക്ടിവിറ്റിയുടെ 6 പാർട്ട്, എയർലി സ്റ്റാർട്ട്, ഡ്യൂറേഷൻ, എയർലി ഫിനിഷ്, ലേറ്റ് സ്റ്റാർട്ട്, ഫ്ലോട്ട്, ലേറ്റ് ഫിനിഷ്, ഇത്രയും സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതെന്താണ്, ഇതെങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഫെർട്ടിലൈസ് സോയിൽ എടുക്കാം. ഫെർട്ടിലൈസ് സോയിലിൻ്റെ എയർലി സ്റ്റാർട്ട് എന്ന് പറയുന്നത് 8, ലേറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് 17. സപ്പോസ് ഇത് ഫെബ്രുവരി എന്ന് വരിക. ഫെബ്രുവരി 8 ആണ് ഫെർട്ടിലൈസ് സോയിലിൻ്റെ എയർലി സ്റ്റാർട്ട്. ഫെബ്രുവരി 17 ആണ് ഫെർട്ടിലൈസ് സോയിലിൻ്റെ ലേറ്റ് സ്റ്റാർട്ട്. അതിനർത്ഥം നമുക്ക് ഫെർട്ടിലൈസ് സോയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റി 8 ഫെബ്രുവരിയിൽ തുടങ്ങാം. ഓക്കെ, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ 10-ന് തീരും. ഇവിടെ നമുക്ക് 8-ന് പകരം 17-ന് തുടങ്ങിയാലും ഈ പ്രൊജക്റ്റ് ഡിലേ ആകില്ല. പ്രൊജക്റ്റ് ഡിലേ ആകുക എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ ഫിനിഷ് ഡേറ്റ് മാറിപ്പോവാതിരിക്കുക. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫിനിഷ് എന്ന് പറയുന്നത് 24 ഫെബ്രുവരിയാണ്. സോ നമ്മളൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ 24 മാറി 25-ഓ 26-ഓ അങ്ങനെ ആകാൻ പാടില്ല. അതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഡിലേ ആകരുത് എന്ന് പറയുന്നത്. ഇവിടെ ഫെർട്ടിലൈസ് സോയിൽ 8-ന് തുടങ്ങിയില്ലെങ്കിലും നമ്മുടെ പ്രൊജക്റ്റ് ഡിലേ ആകില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, 8-ന് പകരം ഇത് 9 ആയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് 9 ആയി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫിനിഷ് എന്നാകും? 11 ആകും. ഇത് 11 ആയാൽ ഇതിൻ്റെ സ്റ്റാർട്ട് എന്നാകും? 12. ഇത് 12 ആയാൽ ഇതിൻ്റെ ഫിനിഷ് 15. ഇതിപ്പോൾ 15 ആയാലും ഇത് 24 മാറുമോ? ഇല്ല. കാര്യം 23 വരെ വെയിറ്റ് ചെയ്യും ഈ ആക്ടിവിറ്റി അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഈ 14-ന്റെ സ്ഥാനത്ത് 24 വരണം. അങ്ങനെ 24 വന്നു കഴിഞ്ഞാൽ ഇത് 25 ആകി പ്രൊജക്റ്റ് ഡിലേ ആവും. ഒന്നുകൂടെ പറയാം, ഫെർട്ടിലൈസ് സോയിലിൻ്റെ ഇയർലി സ്റ്റാർട്ട് 8 ആണ്, ലേറ്റ് സ്റ്റാർട്ട് 17 ആണ്. ഇതിൻ്റെ അർത്ഥം ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് 8-ന് പകരം 17 വരെ ഡിലേ ആക്കിക്കൊണ്ട് പോകാം. ബട്ട് 17 കഴിഞ്ഞ് ഡിലേ ആക്കാൻ പറ്റില്ല. 17 കഴിഞ്ഞ് ഇത് 18-നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ പ്രൊജക്റ്റ് ഡിലേ ആകും.
ഈ ആക്ടിവിറ്റി 9-ന് തുടങ്ങാം, പ്രൊജക്റ്റ് ഡിലേ ആവില്ല. 10-ന് തുടങ്ങാം, പ്രൊജക്റ്റ് ഡിലേ ആവില്ല. അങ്ങനെ 11, 12, 13, 14, 15, 16, 17 വരെ ഈ ആക്ടിവിറ്റി ഡിലേ ആക്കിയാലും നമ്മുടെ പ്രൊജക്റ്റ് ഡിലേ ആകില്ല. ബട്ട് ഈ 17 മാറി ഇതൊരു 18 ആയാൽ ഇവിടെ 20 ആകും. ഇത് 20 ആയാൽ ഇത് 21 ആകും. ഇത് 21 ആയാൽ ഇത് 24 ആകും. ഇത് 24 ആയാൽ ഇത് 25 നമ്മുടെ പ്രൊജക്റ്റ് ഡിലേ ആകും. ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇയർലി സ്റ്റാർട്ടും ലേറ്റ് സ്റ്റാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെയാണ് ഫിനിഷും. ഇത് ഇയർലി ഫിനിഷാണ്. അതായത് ഈ ആക്ടിവിറ്റി നമുക്ക് 10-ാം തീയതി തീർക്കാം. ബട്ട് 10-ന് പകരം നമുക്കിത് 19-ാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോകാം. എന്നാലും 19 വരെ ആയാലും ഈ പ്രൊജക്റ്റ് ഡിലേ ആവില്ല. ബട്ട് ഈ 19 മാറി 20 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊജക്റ്റ് ഡിലേ ആകും. കാരണം ഇത് 20 ആയാൽ ഇത് 21 ആകും, ഇത് 24 ആകും, ഇത് 25 ആകും. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് ഇയർലി സ്റ്റാർട്ടും ലേറ്റ് സ്റ്റാർട്ടും അല്ലെങ്കിൽ ഇയർലി ഫിനിഷും ലേറ്റ് ഫിനിഷും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ആക്ടിവിറ്റിയുടെ ലേറ്റ് സ്റ്റാർട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരു ആക്ടിവിറ്റിയുടെ സപ്പോസ് പ്ലാന്റിങ്ങിൻ്റെ ലേറ്റ് സ്റ്റാർട്ട് ഫെബ്രുവരി 20 അതിനർത്ഥം ഈ ഒരു ആക്ടിവിറ്റി ഫെബ്രുവരി 20 വരെ നമുക്ക് ഡിലേ ആക്കാം വിത്തൗട്ട് ഡിലേയിങ് പ്രൊജക്റ്റ് ഫിനിഷ്. അതേപോലെ ലേറ്റ് ഫിനിഷ് 23-നർത്ഥം ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് 23-ാം തീയതി വരെ ഫിനിഷ് ആക്കാം വിത്തൗട്ട് ഡിലേയിങ് പ്രൊജക്റ്റ് ഫിനിഷ്. ഇനി ഇവിടെ ചിലതിന് സെയിം ഡേറ്റ് ആണ്, കണ്ടില്ലേ? ഇത് ഇയർലി സ്റ്റാർട്ടും 10 ഇവിടെ ലേറ്റ് സ്റ്റാർട്ടും 10 ഇതിനർത്ഥം ഈ ആക്ടിവിറ്റി 10-ന് തന്നെ തുടങ്ങിയേ പറ്റൂ. ഒരു ദിവസം കൂടെ ഡിലേ ആക്കാൻ ഇത് പറ്റില്ല. ഡിലേ ആക്കൽ പ്രൊജക്റ്റ് ഡിലേ ആകും. അതാണ് ഈ രണ്ടും സെയിം ആയുള്ള അർത്ഥം. ഇവിടെ കുറേ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോട്ട് എന്താ നോക്കാം. ഫ്ലോട്ട് ഇവിടെ കണ്ടില്ലേ 9, ഈ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഫ്ലോട്ട് 9, ഇവിടെ എല്ലാത്തിൻ്റെയും 0, ഇവിടെ 6, അങ്ങനെ പല പല ഫ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആക്ടിവിറ്റി എത്ര ദിവസം വരെ ഡിലേ ആക്കാം എന്നുള്ളതാണ് ഫ്ലോട്ട്. പ്ലാന്റിങ് നമുക്ക് 9 ദിവസം വരെ ഡിലേ ആക്കാം, പ്രൊജക്റ്റ് ഡിലേ ആവില്ല. അതേപോലെ കോമ്പൗണ്ട് വാൾ പ്ലാസ്റ്ററിങ് നമുക്ക് 6 ദിവസം ഡിലേ ആക്കാം, പ്രൊജക്റ്റ് ഡിലേ ആവില്ല. ഇനി ഇവിടെ കണ്ടോ ഫ്ലോട്ട് 0, അതായത് ഈ ആക്ടിവിറ്റി ഒരു ദിവസം പോലും ഡിലേ ആക്കാൻ പറ്റില്ല. ഒരു ദിവസം കൂടി ഡിലേ ആക്കി കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ഡിലേ ആവും. അതാണ് 0. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇയർലി സ്റ്റാർട്ട്, ഡ്യൂറേഷൻ, ഇയർലി ഫിനിഷ്, ലേറ്റ് സ്റ്റാർട്ട്, ഫ്ലോട്ട്, ലേറ്റ് ഫിനിഷ്. ഇയർലി സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി എത്ര നേരത്തെ തുടങ്ങാം. ലേറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി എത്ര താമസിച്ച് തുടങ്ങാം പ്രൊജക്റ്റ് ഡിലേ ആവാതെ. ഇയർലി ഫിനിഷ് എത്ര നേരത്തെ തീർക്കാം. ലേറ്റ് ഫിനിഷ് ഈ ഒരു ആക്ടിവിറ്റി എത്ര ലേറ്റായിട്ട് തീർക്കാം വിത്തൗട്ട് ഡിലേയിങ് പ്രൊജക്റ്റ് ഫിനിഷ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റിക്ക് എത്ര ദിവസം ഡിലേ ആകാം. ഇനി ഇവിടെ 0 ഫ്ലോട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും പറയുന്ന പേര്. ഇവിടെ ഏതൊക്കെയാണ് 0 ഫ്ലോട്ടുള്ള? സൈറ്റ് പ്രിപ്പറേഷൻ 0, പൈലിംഗ് ആൻഡ് കോളം വർക്ക് 0, റൂഫ് കോൺക്രീറ്റ് 0, ബ്ലോക്ക് വർക്ക് 0, ഇത് 0, ഹാൻഡ് ഓവർ 0. അതായത് ഈ ഒരു ലൈൻ എല്ലാം 0 ആണ്. ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു പാത്തിനെ, ഈ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, ഈ ഓരോ ആക്ടിവിറ്റീസിനെയും നമ്മൾ പറയും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഇവിടെ ഫ്ലോട്ട് 0 ഉള്ള ആക്ടിവിറ്റീസാണിത്. ഈ ഒരു ആക്ടിവിറ്റിയുടെ ചെയിനിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പാത്ത്. നമ്മൾ ഈ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ നേരം എല്ലാ പ്രൊജക്റ്റിനും ഒരു ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടാവും. ഈ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് മോണിറ്റർ ചെയ്യും. കാര്യം ഈ പാത്തിലുള്ള ഒരു ആക്ടിവിറ്റി പോലും ഡിലേ ആവാൻ പാടില്ല. ഡിലേ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രൊജക്റ്റ് ഡിലേ ആകും. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രൈമറിയിൽ നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിൽ ഡ്യൂറേഷനും ഈ ഒരു റിലേഷനും മാത്രം ഇട്ട് കൊടുത്താൽ മതി. പ്രൈമർ ഓട്ടോമാറ്റിക്കായിട്ട് ഇയർലി സ്റ്റാർട്ടും ലേറ്റ് ഫിനിഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ടുതരും. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. അതിനുശേഷം മാത്രം നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവുക.